അവശ്യ സാധനങ്ങളുടെ സ്റ്റോക്ക് ഇല്ലാത്തതിന് പുറമെ സപ്ലൈകോ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളവും നൽകുന്നില്ല. ഒരു ദിവസം ഒരു സപ്ലൈകോയിലെ ജീവനക്കാരൻ്റെ ശരാശരി കൂലി എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? സാധാരണ ബംഗാളിൽ നിന്നും ഒഡീസയിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ വന്ന് കേരളത്തിൽ ആലുവയിൽ പെരുമ്പാവൂരും പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് 800 രൂപ മുതൽ 1000 രൂപ വരെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരന് കിട്ടുന്നത് 167 രൂപയാണ്. കഴിഞ്ഞ 8 മാസത്തിലധികമായി അതും കിട്ടാതായതോടെ സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ദിവസവേതനക്കാർ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ഓരോ ഔട്ട്ലെറ്റുകളിലും ഒരു മാസം 6 ലക്ഷം രൂപ ടാർഗറ്റ് തികഞ്ഞാൽ മാത്രമേ ഒരു താൽക്കാലിക ജീവനക്കാരന് ഒരു ദിവസം 575 രൂപ കൂലി കിട്ടുകയുള്ളൂ എന്നതാണ് കണക്ക്. എന്നാൽ സപ്ലൈകോയിൽ സാധനങ്ങൾ കൃത്യമായി എത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ എങ്ങനെ ടാർഗറ്റ് തികക്കുമെന്നാണ് തൊഴിലാളികളുടെ ന്യായമായ ചോദ്യം. നിലവിൽ പല ഔട്ട്ലെറ്റുകളിലും മാസം 2 ലക്ഷം രൂപ പോലും വിൽപ്പന ഇനത്തിൽ തികയ്ക്കാനാവുന്നില്ല. 6 ലക്ഷത്തിന് മേലെ കിട്ടിയാലാണ് 3 പേർക്ക് തൊഴിലാളിക്ക് പൈസ കിട്ടും. അതായത് ഒരു ദിവസം 575 രൂപയാണ് തൊഴിലാളിക്ക് കിട്ടുന്നത്. ഇപ്പൊ 3 തൊഴിലാളികളുള്ള സ്ഥലത്ത് 2 ലക്ഷം 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കച്ചവടം, 1.5 ലക്ഷം 2 ലക്ഷം രൂപ കച്ചവടമാകുന്നത്. അപ്പൊ ഒരാളെ പൈസ മാത്രമേ അവിടെ കിട്ടൂ, ഒരു തൊഴിലാളിയുടെ പൈസയെ കിട്ടൂ. 24 വർക്കിന്റെ എണ്ണെങ്കിൽ 525 × 24 13,800 രൂപയാണ് ഒരു ദിവസം ഒരു മാസം കിട്ടുക. അത് 3 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് 4,600 രൂപയാണ് കിട്ടുന്നത്. ആ 4,600 രൂപയിൽ നിന്ന് തന്നെ PF-ലേക്കും ESI-ലേക്കും കൂടി അതായത് 586 രൂപ 50 പൈസ ഒരാളെ 4,600 ആവും പിടിച്ചു പോകും. ഒരു തൊഴിലാളിക്ക് ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 167 രൂപ 22 പൈസയാണ്. പല തൊഴിലാളികൾ ആത്മഹത്യയുടെ വക്കിലാണ്. പലരും തൊഴിൽ നഷ്ടപ്പെടുത്തി പുറത്തു നിൽക്കുക. കോവിഡ് കാലത്ത് ടാർഗറ്റ് ഒഴിവാക്കി കൊടുത്തിരുന്നു. അന്നത്തെ സൗജന്യ വിതരണത്തിനായി ജീവൻ പോലും പണയം വെച്ച് കിറ്റ് നിറച്ചവരാണ് ഇന്ന് ദുരിതം അനുഭവിക്കുന്നത്. 20 വർഷത്തോളം ജോലി ചെയ്തവരാണ് പല തൊഴിലാളികളും. പലർക്കും 50 വയസ്സിന് മുകളിൽ പ്രായവുമുണ്ട്. ഇനി വേറെ ജോലിക്ക് പോകാനാവുകയുമില്ല. ഉത്തരേന്ത്യയിലാണ് കൂലി കുറവുള്ള സംസ്ഥാനങ്ങളുള്ളത് എന്നാണ് പൊതുധാരണ. എന്നാൽ 167 രൂപ മാത്രം കൂലി വാങ്ങുന്നവരാണ് സർക്കാരിന് കീഴിലുള്ള സപ്ലൈകോയിൽ പണിയെടുക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മറക്കരുത്. ആ തുക കുടിശ്ശികയാവാതെ കൊടുക്കാനെങ്കിലും സർക്കാരിന് കഴിയുകയും വേണം. റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്. വിവരങ്ങളുമായി സാനിയോ മനോമി ചേരുന്നു. സാനിയോ മനോമി, വെരി ഗുഡ് മോർണിംഗ്. ഇങ്ങനെ ആശംസിക്കാൻ പോലും സപ്ലൈകോയിലെ ജീവനക്കാർക്ക് ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 167 രൂപ എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയും ചായയോ അതല്ലെങ്കിൽ ഒരു പൊറോട്ടയോ ഒരു ബീഫും കഴിച്ചാൽ തീരാവുന്ന പൈസയേ ഉള്ളൂ. അവർക്കൊരു കുടുംബം പോറ്റണം. 4,200 രൂപ ഒരു മാസം കിട്ടുന്നു. അതുപോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എത്രമാത്രം ഗുരുതരമാണ് സപ്ലൈകോയിലെ ജീവനക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധി, സാനിയോ? വലിയ ഗുരുതരമായ അവസ്ഥയിലൂടെ തന്നെയാണ് സപ്ലൈകോയിലെ താൽക്കാലിക ജീവനക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ. അതായത് ടാർഗറ്റ് തികച്ചാൽ മാത്രമേ താൽക്കാലിക ജീവനക്കാർക്ക് ഒരു ദിവസം 560ഓളം രൂപ കൂലി കിട്ടൂ എന്നതായിരുന്നു യാഥാർത്ഥ്യം. ആ ടാർഗറ്റ് തികക്കണമെങ്കിൽ 6 ലക്ഷം രൂപ മാസത്തിൽ ഓരോ ഔട്ട്ലെറ്റുകളിലും വിറ്റുവരുമാനം ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വരുന്നില്ല. പഞ്ചസാരയൊക്കെ വന്നിട്ട് മാസങ്ങളായി, പല സാധനങ്ങളും വന്നിട്ട് മാസങ്ങളായ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ടാർഗറ്റ് തികക്കാൻ ഓരോ ഔട്ട്ലെറ്റുകളിലും 2 ലക്ഷം രൂപയൊക്കെയാണ് വിറ്റുവരവ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആകെ കിട്ടുന്ന 587 രൂപ എന്നുള്ള ആ ഒരു പൈസ 3 പേർക്കായി വിതരണം ചെയ്യണം. അതായത് 3 താൽക്കാലിക ജീവനക്കാരാണ് ഉണ്ടാവുക, അവർക്കായി വിതരണം ചെയ്യണം. അപ്പോൾ അതൊരു 160 രൂപയൊക്കെയാണ് കിട്ടുക എന്നാണ് നമ്മളോട് നേരത്തെ സംസാരിച്ച ഒരു ജീവനക്കാരൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്ന സാഹചര്യമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കോർപ്പറേഷൻ്റെ ഒരു ജീവനക്കാരുടെ അവസ്ഥയാണ് ഇത് എന്ന് പറയുമ്പോൾ അത് വലിയ സങ്കടകരമാണ്. അത് മാത്രവുമല്ല, 8 മാസമായി ആ തുക കുടിശ്ശികയാണെന്ന് കൂടി പറയുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെയാണ് കൂലി കുറവ് എന്ന് നമ്മൾ പലരും പറയാറുണ്ട്. എങ്കിലും 167 രൂപ മാത്രം കൂലി വാങ്ങുന്ന ആളുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കോർപ്പറേഷന് കീഴിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ചിലരൊക്കെ എവിടെ നിന്നൊക്കെയോ അത്തരം ആത്മഹത്യാ വാർത്തകളൊക്കെ നമ്മളെ തേടിയെത്തുന്നുമുണ്ട്. ആ വാർത്തകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കൊടുക്കുകയും ചെയ്യണം. ഏതായാലും വലിയ സങ്കടകരമായ കാര്യമാണ് സപ്ലൈകോയുടേത്. മാത്രവുമല്ല, സപ്ലൈകോയിൽ ഇപ്പോൾ അവരുടെ 50ാം വാർഷികം ആഘോഷിക്കാനുള്ള പരിപാടികൾ നടക്കുകയാണ്. വലിയ ആഘോഷ പരിപാടികളാണ് സപ്ലൈകോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്തും തങ്ങളുടെ സ്വന്തം ജീവനക്കാർക്ക് പൈസ കൊടുക്കാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു ആഘോഷം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. സർക്കാർ അതിന് വളരെ കുറച്ച് തുക മാത്രമേ
മാത്രമേ വകയിരുത്തുന്നുള്ളൂ എങ്കിൽ പോലും ആ പണമെങ്കിലും കൊടുത്താൽ കുറേ ആൾക്കാർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെയെങ്കിലും ഇരിക്കും എന്നുള്ളതാണ്. സാനിയോ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 167 രൂപ ദിവസ ശമ്പളം കിട്ടുന്ന ആളുകൾ 4600 രൂപ കിട്ടി വാരാന്ത്യത്തിൽ വീട്ടിലോട്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ ആ സപ്ലൈകോയിൽ സാധനവും ഇല്ലല്ലോ. അതല്ലേ പ്രശ്നം. ഇല്ലെങ്കിൽ അതൊക്കെ കൊണ്ട് ഈ സബ്സിഡിയൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും കഴിക്കാമെന്ന് വെക്കാം. ആ കടയിൽ പോലും പഞ്ചസാരയില്ല, പല പ്രധാനപ്പെട്ട അവശ്യ സാധനങ്ങളും ഇല്ലാത്ത സാഹചര്യവുമുണ്ട്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പഞ്ചസാരയൊക്കെ എത്തിയിട്ട് മാസങ്ങളായെന്നാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. സബ്സിഡി ഇനങ്ങളും സബ്സിഡി ഇല്ലാത്ത ഇനങ്ങളും ഒന്നും തന്നെ പല ഔട്ട്ലെറ്റുകളിലും ഇല്ലാത്ത സാഹചര്യമാണ്. അതായത് മാസം 6 ലക്ഷം രൂപയുടെ ടാർഗറ്റ് തികച്ചാലാണ് നിങ്ങൾക്ക് കൃത്യമായി കൂലി കിട്ടുക എന്നാണ് സർക്കാർ സപ്ലൈകോ ഈ താൽക്കാലിക ജീവനക്കാരോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാസം 6 ലക്ഷം രൂപ ടാർഗറ്റ് ലഭിക്കണമെങ്കിൽ വിൽക്കാനുള്ള സാധനം സർക്കാരോ സപ്ലൈകോയോ അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ളതാണ്. അത് കൊടുക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് 6 ലക്ഷം രൂപ ഇവർ തികയ്ക്കുക എന്നുള്ള ന്യായമായ ചോദ്യവും ഉയർന്നു. ഇപ്പോൾ മാസത്തിൽ ഒരു 2 ലക്ഷം രൂപയുടെ കച്ചവടം പോലും ഇല്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഓരോ സപ്ലൈകോ ഔട്ട്ലെറ്റുകളും പോകുന്നത്. അതിന് കാരണം അവിടെ സാധനങ്ങളില്ലാത്തതാണ്. സബ്സിഡി സാധനങ്ങളും അതുപോലെ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളും ഒന്നും തന്നെ സപ്ലൈകോയിൽ എത്തുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് നമ്മളോട് പലരും പറയുന്നത്. പക്ഷേ ആരും നേരിട്ട് ക്യാമറയ്ക്ക് മുൻപിൽ വന്ന് സംസാരിക്കാൻ തയ്യാറല്ല. കാരണം അവരെല്ലാവരും താൽക്കാലിക ജീവനക്കാരാണ്. ക്യാമറയിൽ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ആ ഒരു ഭയം മുന്നിൽ കണ്ടുകൊണ്ട് ആരും സംസാരിക്കാൻ പോലും തയ്യാറല്ലാത്ത സാഹചര്യമാണ്. പലരോടും നമ്മൾ ഫോണിലൊക്കെ സംസാരിച്ച് റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാർത്ത തന്നെ കൊടുക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം കാണാതെ പോകരുത് എന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു സാനിയോ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ പ്രശ്നങ്ങളാണ് സാനിയോ അവതരിപ്പിച്ചത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. ഒരു ദിവസം 167 രൂപ മാത്രം കിട്ടുക, മാസം 4600 രൂപ കിട്ടുക. 11 കോടി വിറ്റുവരവുണ്ടായിരുന്ന സപ്ലൈകോ 2-3 കോടിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതായത് ഒരു 70% കച്ചവടത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു സിവിൽ സപ്ലൈകോയിൽ. ആ സ്ഥാപനത്തെ ഈ അവസ്ഥയിലേക്ക് മാറ്റിയത് ആരാണ് എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കേന്ദ്രത്തിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിരിക്കാൻ പാടില്ല. സിവിൽ സപ്ലൈകോ എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ നിലനിൽക്കണം. അതിന് ജീവനക്കാർക്ക് നല്ല പ്രതിഫലം കൊടുക്കണം. 167 രൂപ കൊടുത്തു, ശരി ആയിക്കോട്ടെ. എന്നാൽ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് കുറച്ച് പഞ്ചസാരയെങ്കിലും കൊണ്ടുപോകണമെന്ന് കരുതിയാൽ ഇവരുടെ വീട്ടിലും കുഞ്ഞുങ്ങളില്ലേ? അവർ ആ വീട്ടിൽ പാലും ചായയും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? അവർ സാധാരണക്കാരായ മനുഷ്യരല്ലേ? അവരെങ്ങനെയാണ് ഈ 167 രൂപയ്ക്ക് ഒരു കുടുംബം പോറ്റുക? പ്രധാനപ്പെട്ട ചോദ്യമാണ്. സപ്ലൈകോ ജീവനക്കാരുടെ പ്രശ്നം സർക്കാർ കേൾക്കണം. ആഘോഷങ്ങളല്ല ഇപ്പോൾ വേണ്ടത്. സാധാരണക്കാരായ സിവിൽ സപ്ലൈകോ ജീവനക്കാരുടെ അത്യാവശ്യങ്ങളാണ് നിറവേറ്റപ്പെടേണ്ടത് എന്നത് ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്കും സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ പെടുത്തുന്നു.